السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين. بسم الله ما شاء الله، بسم الله لا حول ولا قوة إلا بالله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد سيد الأنبياء والمرسلين وعلى سائر الأنبياء وكلهم الصحابة أجمعين، أما بعد. فاللهم اغفر لي ولوالدي ولمشايخي ولأحبابي لمصنف هذا الكتاب ولوالديه لأقاربه لأحبابه جميع المسلمين والمؤمنات والمسلمين والمسلمات. സ്നേഹമുള്ള സഹോദരന്മാരെ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടിയതിനെ സ്വാലിഹായതായി സ്വീകരിക്കട്ടെ. അവൻ്റെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അവൻ്റെ മഹ്ലായ സദറുകൊണ്ടുള്ള നേടിയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളുടെ റിയാദുസ് സാലിഹീനാണ് നാം ഓടി വന്നിരുന്നത്. അതിൽ നമുക്കിനി ഓടാനുള്ളത് നല്ല വിഷയങ്ങളിലേക്ക് കൽപ്പിക്കുക, മറ്റാളുകൾക്ക് മാർഗദർശനം നൽകുക, വിഷയമാണ്. നമ്മുടെ ഓടിക്കഴിഞ്ഞ വിഷയം തോന്നുന്നുണ്ടതൊക്കെ അല്ലേ. ബാബുൻ ഫി ദലാലത്തി അലാ ഖൈരി മുദ്ദുആ ഇലാ ഹുദന വദലാല. ഇതാണ് നമ്മുടെ വിഷയം. 175 ഹദീസാണ് നമുക്ക് ഓതാനുള്ളത്. 175 ഹദീസ് ആണ് ഓതാനുള്ളത്. ഹദീസ് ഞാൻ ആദ്യം ഇവിടെ പേസ്റ്റ് ചെയ്യും, എല്ലാവരും ശ്രദ്ധിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഅ്സാക്കപ്പെട്ട വായിൽ നിന്നും അടർന്നു വീണ മണികളാണ്, മുത്തുമണികളാണ് നാം ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് പറഞ്ഞ വാക്കുകൾ പറയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അവിടുത്തെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുക എന്ന് പറയുന്നതും വലിയ ഭാഗ്യം തന്നെയാണ്. വാസ്തവത്തിൽ ഈ ഭാഗ്യങ്ങളൊക്കെ കിട്ടാൻ മാത്രം അല്ലാഹു തആല നമുക്ക് അവസരം തന്നല്ലോ എന്നതിൽ തന്നെ നാം അല്ലാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട്. നിസ്സാരമായൊരു വിഷയം അല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ മൗനാംഗീകാരങ്ങൾ അറിയാനും കാണാനും ഒക്കെ പറ്റുക, എഴുതിയത് കാണാനാണെങ്കിലും എന്ന് പറയുന്നതൊക്കെ വലിയ ഭാഗ്യം തന്നെയാണ്. ഇഷ്ടജനങ്ങളാകുന്ന നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ വല്ല ലെറ്ററും നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കതിൽ വലിയ ആനന്ദം ഉണ്ടാവുമല്ലോ. വിദേശ നാടുകളിൽ പോയാൽ അവരുടെ ലെറ്റർ വരുമ്പോൾ, അവരുടെ ഫോൺ വരുമ്പോഴൊക്കെ നാട്ടിലുള്ളവർക്ക് വലിയ സന്തോഷമാണ്. ലെറ്ററിന് പ്രത്യേകവും സ്ഥാനമുണ്ട്, എഴുത്തിന് വലിയ സ്ഥാനമുണ്ട് എന്നാണ്.
എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ എൻ്റെ സഹോദരന്മാരൊക്കെ ഗൾഫിലുണ്ടാകുമ്പോൾ അവരൊക്കെ ലെറ്റർ വരുമ്പോൾ വലിയ സന്തോഷമാണ്. ചില ആളുകളെ ലെറ്റർ കിട്ടിയാൽ തന്നെ സന്തോഷം കൊണ്ട് പിന്നെ ചില സമയങ്ങളിൽ കണ്ണീര് വരും, സന്തോഷം കൊണ്ട് കരഞ്ഞു പോകും. വേണമെങ്കിൽ ക്ലാസ്സിൽ കേൾക്കുന്ന പലർക്കും അനുഭവം ഉണ്ടാവും. നമ്മുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ ലെറ്റർ കിട്ടിയാൽ ആ ലെറ്റർ വായിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ട് വിഷമങ്ങളൊന്നും എഴുതിയിട്ടൊന്നുമല്ല, ആ ലെറ്റർ എഴുതിയ ആളിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കരഞ്ഞു പോകുന്ന അവസ്ഥ, സന്തോഷം കൊണ്ട് കരഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിനേക്കാളൊക്കെ സന്തോഷം നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളും അവിടുത്തെ ഹദീസുകളും കയ്യിൽ കിട്ടും നമുക്ക് ആവശ്യമാണ്. ശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ കരച്ചിൽ നമുക്ക് ആവശ്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആനത്തിനെ കുറിച്ചും അതുപോലെ കിബാറു സഹാബാക്കളിൽ നിന്ന് ഉന്നതരായിരിക്കുന്ന സഹാബികളുടെ ഖുർആനത്തിനെ കുറിച്ചും ഒക്കെ നാം കേട്ടിട്ടുണ്ട്. മഹാന്മാരൊക്കെ ഖുർആനത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണുനീരടക്കാൻ കഴിയാത്ത ആളുകളായിരുന്നു നാം ഖുർആൻ. അപ്പൊ അതിന്റെ അടുത്ത പടിയിലുള്ളതാണ് ഹദീസ്. ആ ഹദീസിനോടും നമുക്ക് അതിയായ ബഹുമാനം ആവശ്യമാണ്. എന്താ കുർബാന നേടിയുള്ള ആള് മലയാളിയാണോ എന്ന് അറിയില്ല. മലയാളിയാണോ? ചിലപ്പോ ഇങ്ങനെ കണ്ടപ്പോഴേ വെറുതെ എടുത്തായിരിക്കാൻ സാധ്യതയുണ്ട്. മൈക്ക് അത്യാവശ്യമുണ്ടോ? കുർബാൻ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? വല്ല അത്യാവശ്യ കാര്യങ്ങളും ആണെങ്കിൽ അഡ്മിന്മാർക്ക് പെയ്യം ചെയ്യുക. അതെ, അഡ്മിൻക്ക് പെയ്യം ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ അഡ്മിന്മാര് നിങ്ങൾക്കോ സമ്മതം തരുകയോ അല്ലെങ്കിൽ അവർ നേരിട്ട് ബന്ധപ്പെടുകയോ ചെയ്തോ കേട്ടോ. അഡ്മിന്മാരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇട്ടിട്ടുള്ള ആളുകളൊക്കെ അഡ്മിന്മാരാണ്. അറ്റിട്ടുള്ള ആളുകൾക്ക് പെയ്യം ചെയ്താൽ മതി. കേശേരി ഉസ്താദിനോ തെക്കുമല ഉസ്താദിനോ കാവലൂർ ഉസ്താദിനൊക്കെ പിന്നെ പെയ്യം ചെയ്യുക. പിന്നെ അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വന്നത് വളരെ കൂടുതൽ നാം ബഹുമാനിക്കേണ്ടതാണ് വിശുദ്ധ ഖുർആനും രണ്ടാമത്തെ പടിയിൽ നിൽക്കുന്ന മഹത്തായ ഹദീസും. അത് ഓതാൻ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ നമുക്ക് ധാരാളമായി സ്തുതിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലാ കുല്ലി ഹാൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലിയ ഒരു അവസരമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും ആഖിറത്തിൽ ഉപകരിക്കുന്ന രീതിയിൽ അല്ലാഹു തആല അവന്റെ മഹത്തായ ഫലം ഉണ്ടാക്കി തരുകയും ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ വ്യത്യസ്ത ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. പരിശുദ്ധമായ ഈ ക്ലാസ് റൂമിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ ഹാസിലാക്കി കൊടുക്കട്ടെ. അതീവ ഗുരുതരമായ രോഗങ്ങളിലുള്ള പല ആളുകൾക്കും മഹത്തായ ഈ ക്ലാസ് റൂമിൽ വെച്ച് ദുആ ചെയ്തിട്ട് അല്ലാഹു തആല അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ ഹാസിലാക്കി പൂർണ്ണമായ രോഗശമനം കിട്ടിയിട്ടുണ്ട്. അനവധി ഉദാഹരണങ്ങൾ നമ്മിൽ പലർക്കും പറയാനുണ്ട്. അപ്പോ അതിനെ തുടർന്നുകൊണ്ട് തന്നെ ഇപ്പോ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഫോണിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്റെ നാട്ടുകാരനായിട്ടുള്ള ഒരാള് അതീവ ഗുരുതരമായൊരു അസുഖം അദ്ദേഹത്തിന് പിടിപെട്ടിട്ടുള്ളതായിട്ട് അറിവ് കിട്ടിയിരിക്കുന്നു. അപ്പൊ അതിന്റെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ രോഗശമനത്തിന്റെ സാധ്യത 20% ആണെന്നാ പറഞ്ഞത്. 80% രോഗശമനത്തിന് സാധ്യതയില്ല ആ ചികിത്സ നടത്തിയാൽ. ആ ചികിത്സ നടത്തിയിട്ടില്ലെങ്കിൽ വേറെ ചികിത്സ ഇട്ടില്ല എന്നും അവരെടുക്കലില്ല എന്ന് പറയാൻ കാരണം
മാ അൻസലല്ലാഹു മിൻ ദാഇൻ ഇല്ലാ അൻസല ലഹു ദവാഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു തആല ഒരു രോഗവും ഈ ലോകത്തേക്ക് ഇറക്കിയിട്ടില്ല അതിന്റെ ശമനവും കൂടി ഇറക്കാതെ. അപ്പൊ അത് ഇവര് കണ്ടിട്ടുണ്ടാവൂല ചിലപ്പോ, അല്ലെങ്കിൽ ഇവര് കണ്ടിട്ടുള്ളതിൽ കൂടെ അല്ലാഹു തആല ശിഫ നൽകുകയും ചെയ്യും. ഏതായിരുന്നാലും ശരി, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, റഹ്മുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രോഗിക്ക് എളുപ്പത്തിൽ ശിഫ അനുഗ്രഹിക്കട്ടെ. അതുപോലെ എന്റെ സഹോദരന്റെ മകൾ ശരീരത്തില് പല വിഷമങ്ങളും ആയി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ദുആ ആവശ്യമാണ്. റഹ്മുർ റഹീമീനായ അല്ലാഹു തആല ആ മകൾക്ക് എളുപ്പത്തിൽ ശിഫ നൽകട്ടെ. പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും അല്ലാഹുവിന്റെ താഴത്തിലായിട്ട് അല്ലാഹു ഔദാര്യം നൽകട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ആ മകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. സഹോദരന്റെ മകള് കുറച്ച് വിഷമത്തിലാണ്. അപ്പൊ നിങ്ങളൊക്കെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എത്ര വലിയ രോഗമാണെങ്കിലും ഷിഫാ ചെയ്യുന്നവൻ അല്ലാഹുവാണ്, ഷിഫാ നൽകുന്നവൻ അല്ലാഹുവാണ്, നമുക്ക് ഉറപ്പുണ്ട്. എത്ര ചെറിയ രോഗമാണെങ്കിലും അല്ലാഹു ഷിഫാ നൽകിയെങ്കിൽ മാത്രമേ ഷിഫാവുകയുമുള്ളൂ. അതുകൊണ്ട് അല്ലാഹു തആല ആ രോഗികൾക്ക് റഹ്മുർ റഹീമിന അല്ലാഹുവെ നീ ഷിഫ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. എന്റെ താഴത്തിലായി ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ ബന്ധപ്പെട്ട മറ്റ് മക്കൾ, ഭാര്യ, കുടുംബങ്ങൾ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ബന്ധപ്പെട്ടവർ, ഉസ്താദുമാർ, നേതാക്കൾ എല്ലാവർക്കും നിന്റെ താഴത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി നിന്റെ മഹമായ ഫദ്ൽ കൊണ്ട് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സർവോപരി ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിബത്ത് നിന്റെ മഹമായ ഫദ്ൽ കൊണ്ട് നന്നാക്കി തരണേ റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളുടെ ആഖിബത്ത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഈമാനുള്ള ടൈമിലായി കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരണപ്പെടുവാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഹിസാബ് കൂടാതെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്നവരിൽ സാധുക്കളായ ഞങ്ങളെവരെയും നിന്റെ മെഹബായ ഫദ്ൽ കൊണ്ട്, നിന്റെ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട്, നിന്റെ ഔലിയാക്കളുടെ ഹക്ക് കൊണ്ട് നീ ഉൾപ്പെടുത്തി നിഗ്രഹിക്കണേ റഹ്മാനെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. وعن أبي العباس سهل بن سعد الساعدي رضي الله عنه أن رسول الله صلى الله عليه وسلم قال يوم خيبر لأعطين الراية غدا رجلا يفتح الله على يديه يحب الله ورسوله ويحبه الله ورسوله فبات الناس يذوقون ليلة أيهم يعطاها فلما أصبح الناس غدوا على رسول الله صلى الله عليه وسلم كلهم يرجو أن يعطاها فقال أين علي بن أبي طالب فقيل يا رسول الله هو يشتكي عيني قال فأرسلوا إليه فأتي به فبصق رسول الله صلى الله عليه وسلم في عينيه ودعا له فبرئ حتى كأن لم يكن به وجع فأعطاه الراية فقال علي رضي الله عنه يا رسول الله أقاتلهم حتى يكونوا مثلنا فقال انفذ على رسلك حتى تنزل بساحتهم ثم ادعوهم إلى الإسلام وأخبرهم بما يجب عليهم من حق الله تعالى فيه فوالله لأن يهدي الله بك رجلا واحدا خير لك من حمر النعم متفق عليه. قوله يذوقون أن يخوضون ويتحدثون. قوله رسلك بكسر الراء وفتحها لغتان والكسر أفصح. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ ഹദീസിൽ പറയുന്നു.
ഹർക്കത്തിട്ട് കൊണ്ട് തന്നെ വേറെ ഒരു റിപ്പോർട്ട് ഇമാം നബി തങ്ങളുടെ ഉണ്ട്. ഇമാം നബി തങ്ങൾ ഉദ്ധരിക്കുന്നത് സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു തൊട്ടാണ്. ഏതായിരുന്നാലും ആശയം ഒന്ന് തന്നെ. അബുൽ അബ്ബാസ് സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഓമന പേരാണ് അബുൽ അബ്ബാസ് എന്ന്. ഈ ടേസ്റ്റില് ഹർക്കത്ത് കൂടിയുണ്ട്. ഹർക്കത്ത് ഉള്ളത് ചിലപ്പോ ഹർക്കത്ത് തെറ്റായിട്ട് വരാറുണ്ട്. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഹർക്കത്ത് ഉള്ളത് കാണുമ്പോൾ വായിക്കാനൊക്കെ ഒരു എളുപ്പമുണ്ടാവും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമ ഖൈബർ. ഖൈബർ യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പറഞ്ഞത്? ലഉഅ്തിയന്ന ഹാദിഹി റായത റജുലൻ യഫ്തഹുല്ലാഹു അലാ യദൈഹി യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. അല്ലാഹ്, എന്താ പറഞ്ഞത്? നിശ്ചയം ഈ എന്റെ കയ്യിലുള്ള പതാക നാളെ ഒരാൾക്ക് ഞാൻ കൊടുക്കും. അദ്ദേഹത്തിന്റെ കയ്യിലായി ഈ യുദ്ധത്തിൽ അല്ലാഹു തആല വിജയം നൽകും. അല്ലാഹുവിൻ റസൂലിനെയും ആ ആള് ഇഷ്ടപ്പെടും. അല്ലാഹുവും അല്ലാഹുവിൻ റസൂലും അദ്ദേഹത്തിന് ആ ആളെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അഥവാ അള്ളാഹു ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം അല്ലാഹു തആല അദ്ദേഹത്തിന് വലിയ പ്രതിഫലം കൊടുക്കും. എത്ര വിഷയങ്ങളുണ്ടെന്ന് അറിയാം ഇതില്. തീർച്ചയായിട്ടും ഈ കൊടി ഞാൻ കൊടുക്കും ഒരാൾക്ക്. യഫ്തഹുല്ലാഹു അലാ യദൈഹി, അവന്റെ കൈക്കായി അല്ലാഹു തആല യുദ്ധത്തിൽ വിജയം നൽകും. അവന്റെ കൈക്കായിട്ട് അല്ലാഹു തആല യുദ്ധത്തിൽ വിജയം നൽകും. അങ്ങനത്തെ ആൾക്ക് ഞാൻ കൊടുക്കും. അപ്പൊ മറഞ്ഞ കാര്യം പറയണം കേട്ടോ, കൊടുത്തിട്ടില്ല. കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഗദൻ ഉണ്ട് റിപ്പോർട്ടിൽ. ആദ്യം അടിച്ച റിയാദുസ് സാലിഹീനുള്ള റിപ്പോർട്ടിൽ ലഉഅ്തിയന്ന ഹാദിഹി റായത ഗദൻ, നാളെ കൊടുക്കുന്നുണ്ട്. റജുലൻ ഒരാൾക്ക്. അതെ, ഈ റിപ്പോർട്ടില് ഗദൻ ഉണ്ട്, നാളെ കൊടുക്കും. അപ്പൊ വരാൻ പോകുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞു. ഗൈബായ കാര്യമാണ്. ഗൈബ് അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാര് എന്താ ഇതിന് പറയാ? അത് അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടാണ്. അറിയിച്ചു കൊടുക്കേണ്ട അറിയുന്നുള്ള വാദം ആർക്കും ഇല്ലല്ലോ. അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് അവന്റെ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും ഉണ്ടാവുന്ന പ്രത്യേകതയാണ് എന്നുള്ളതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പറയുന്നത്. ഗൈബ് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് ആർക്ക് ചെയ്യുന്നതാണ്? സാധാരണഗതിയിൽ അല്ലാഹു തആല അവന്റെ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കുമാണ് ബഹുമാനിച്ചുകൊണ്ട് അറിയിച്ചു കൊടുക്കുക. അതിനുള്ള സ്ഥാനങ്ങൾ അവർക്കുണ്ട്. സാധാരണക്കാർക്ക് അങ്ങനെ അല്ലാഹു തആല എന്താക്കൂല, വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയിച്ചു കൊടുക്കൂല. ഈ പതാക ഞാൻ നൽകും നിശ്ചയം. ഗദൻ, നാളെ. ആർക്ക് നൽകും? അപ്പൊ നാളെ നൽകും എന്ന് പറയുന്നത് എന്നാണ്? എന്ന് പറയുമ്പോൾ എങ്ങനെ പറയണത്? ഗൈബാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഗൈബ് അറിയോ? ഗൈബ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നാളെ കൊടുക്കുന്നു തന്നെ പറയാൻ പറ്റുമോ? നാളെ കൊടുക്കുന്നത് മുൻകൂട്ടി പറയാം. അപ്പോ അതിന് ശത്രുക്കളെ സാധാരണ പറയാറുള്ളത് അത് വഹി കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടാണ്. അപ്പൊ സുന്നികൾ എന്താ അതിന് മറുപടി പറയല്? അത് അയക്കിലടിക്കാൻ പറ്റുമോ? അതിനെന്താ സുന്നികൾ മറുപടി പറയല്? ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞിരുന്നു, അത് അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടാണ് പറയണത്. അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടാണെന്ന് പറയുമ്പോ സുന്നികൾ എന്തിന്റെ മറുപടി പറയാം? അയക്കിലടിക്കാൻ പറ്റുമോ? അത് ഗൈബ് അല്ലാഹു അറിയിച്ചു കൊടുത്ത കാരണം അറിഞ്ഞതാണ്, അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം അറിഞ്ഞതല്ല എന്നാണ് അതിന് വഹാബികൾ പറയാം. ആ സുന്നികൾ എന്തിന്റെ മറുപടി പറയല്?
ആർക്കടിക്കാൻ പറ്റുക? സുന്നികളെന്നാണ് മറുപടി പറയല്. സുന്നികൾക്ക് അതിന് മറുപടി ഒന്നുമില്ല, ഒരു മറുപടിയും ഇല്ല അല്ലെ? മുണ്ടാകെ തോറ്റു പോവാ. വഹാബിന്റെ മുമ്പിൽ തോറ്റു പോല. വഹാബിന്റെ മുമ്പിൽ തോറ്റു പോകാനാണോ? ഒരു മറുപടി ഇല്ലാതിരിക്കാൻ പറ്റുമോ? വഹാബി പറയുന്നു അള്ളാഹു അറിയിച്ച് കൊടുക്കാതെ, അള്ളാഹു അറിയിക്കാതെ ഒരാളും ഒന്നും അറിയില്ല. ഏറ്റവും നല്ല മറുപടിയാ. ഗൈബും ഷഹാദത്തും ഒന്നും അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അറിയില്ല. അതാണ് സുന്നികളുടെ വിശ്വാസം. പക്ഷേ ഈ യഹൂദികാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ചിലപ്പോ പറയും ഷഹാദത്ത് കാണാൻ ഞങ്ങൾക്ക് സ്വന്തം കഴിവുണ്ട്. മനുഷ്യനക്കുള്ള കഴിവുകൊണ്ട് മനുഷ്യനെ ചോദിക്കാം, സൃഷ്ടികൾക്കുള്ള കഴിവുകൊണ്ട് സൃഷ്ടിനെ ചോദിക്കാം. ഉള്ള കഴിവ് നമ്മൾ എന്തങ്ങനെ ഉള്ള കഴിവ്? ഒരു കഴിവില്ല. എന്നാൽ കൂവത്തലില്ലാഹി ജമിയ. അള്ളാഹുത്തല പറഞ്ഞ എല്ലാ കഴിവും അള്ളാഹുവിനും മാത്രമാണ്. പിന്നെ ഇനി ഉള്ള കഴിവുകൊണ്ട് ചോദിക്കണത്? ഏറ്റവും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല നിർദ്ദേശിച്ചത് എന്താണ്? അവിടുത്തെ ഉമ്മത്തിനോട് പറയാൻ, എനിക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എനിക്ക് ഉടമസ്ഥാവകാശമില്ല അല്ലാഹു തആല ഉദ്ദേശിച്ചാലല്ലാതെ. എന്റെ റബ്ബ് ഉദ്ദേശിച്ചാലല്ലാതെ എനിക്ക് ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ എന്റെ സ്വന്തം ശരീരത്തിന് പോലും ചെയ്യാനുള്ള ഉടമസ്ഥാവകാശമില്ല. അപ്പോ ഗൈബാവണ്ട, ഷഹാദത്തും ഹാദിറായ കാര്യം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായ ആൾക്ക് അല്ലാഹു തആലാന്റെ തൗഫീഖും അല്ലാഹുവിന്റെ ഖുദ്റത്തും കൂടാതെ സാധ്യമല്ല. അതാണ് മുസ്ലിമിന്റെ വിശ്വാസം. അതിനോടുകൂടെ തന്നെ ഗൈബായ കാര്യം അല്ലാഹു തആല എന്ത് ചെയ്യും? അവന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ആവശ്യാനുസരണം അല്ലാഹു അറിയിച്ചു കൊടുക്കും. അത് സാധാരണക്കാർക്ക് ഉണ്ടാവൂല. അപ്പൊ അതിന്റെ പെട്ടത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൈക്കാട്ട ഒരു മനുഷ്യന്റെ കൈക്കാട്ട് അല്ലാഹു തആല യുദ്ധത്തിൽ വിജയം നൽകും. അങ്ങനത്തെ ഒരാൾക്ക് ഞാൻ ഈ കൊടി, ഈ പതാക നൽകുന്നതാണ്. അയാളുടെ വിശേഷണം എന്താണെന്ന് അറിയുമോ? അതിന് ഇനി പറയുമ്പോൾ അയാളെ ഹൃദയത്തിലുള്ള കാര്യമാണ്. യുഹിബ്ബുല്ലാഹ വറസൂല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിന് മഹബ്ബത്തുണ്ട്. ആരോട്? അള്ളാഹുവിനോട് മഹബ്ബത്തുണ്ട്. റസൂലഹു, അള്ളാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്തുള്ള ആളാണ്. റസൂലുള്ളാഹിന്റെ സർട്ടിഫിക്കറ്റ് ആണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഞാൻ ഇഷ്ടപ്പെടുന്ന അയാൾ പറയുമ്പോ അയാൾ ശരിക്കും പിന്നെ ഏതാണ് യഥാർത്ഥം സത്യത്തിൽ പറഞ്ഞതാണോ എന്ന് വേണമെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം പറയാൻ പറ്റും. സാദിഖുൽ മസ്ദൂഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിൽ പിന്നെ ഇത് സംശയം ഒരാൾക്കും പറയാനില്ല. അള്ളാഹുവിന്റെ റസൂൽ പറയണെന്തെന്നാ? യുഹിബ്ബുല്ലാഹ, അദ്ദേഹം ഇഷ്ടപ്പെടുന്നതാണ്. ഒരാളെ മുഖത്ത് നോക്കിയാല് അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനം കണ്ടാല് അയാളുടെ ഹൃദയത്തിൽ അയാൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ല എന്ന് വിലയിരുത്താൻ പറ്റൂല. അനുമാനിക്കാനേ പറ്റുള്ളൂ. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റൂല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു അയാളുടെ ഹൃദയത്തിൽ മഹബ്ബത്ത് ഉണ്ട്. അങ്ങനത്തെ ആൾക്കാണ് ഞാൻ കൊടി കൊടുക്കുന്നത്. നാളെ കൊടുക്കുമെന്നും പറഞ്ഞു. ആ കൊടി കിട്ടുന്ന ആൾ ആരായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അല്ലാഹുവിനെയും ഹൃദയത്തിൽ മഹബ്ബത്ത് വെച്ചിട്ടുള്ള ആളാണ്, ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്, ഇഷ്ടം വെച്ചിട്ടുള്ള ആളാണ്. മാത്രവുമല്ല യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അദ്ദേഹത്തിന് മഹബ്ബത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഇനി ആരാണ് ആ കൊടി കിട്ടാൻ ആഗ്രഹിക്കാത്തവരുണ്ടാവുക? നാളെ ഒരാൾക്ക് ഈ കൊടി കൊടുക്കും. ആ കൊടി കിട്ടുന്ന ആളുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും, അള്ളാഹു റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും. മാത്രവുമല്ല അള്ളാഹുവും, അള്ളാഹു റസൂലും ഇങ്ങോട്ട് തിരിച്ചും ഇഷ്ടപ്പെടും.
യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. എന്ത് വലിയ ഭാഗ്യമാണ്. അപ്പൊ എന്തുണ്ടായത്? പറഞ്ഞ പോലെ തന്നെ ഖാല സഹ്ൽ ഇബ്നു സഅദ് സാഇദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫദാക الناس يذوقون ليلتهم ايهم يطاها. ഫദാക الناس, അന്ന് രാത്രിയിൽ ജനങ്ങൾ കൂടി താമസിച്ചു. ഫദാക الناس, അന്ന് രാത്രിയിൽ ജനങ്ങൾ കഴിച്ചുകൂട്ടി. എങ്ങനെ? യദൂഖൂന ലൈലതഹും, അവരുടെ രാത്രിയിൽ അവരിങ്ങനെ സംസാരിച്ച് എന്ന് നേരം പോക്കി. എന്ത് പറഞ്ഞിട്ട്? അയ്യുഹം യോതാഹ, ആർക്കാണ് ഈ കൊടി നൽകപ്പെടുക എന്ന വിഷയം പറഞ്ഞിട്ട് അവരുടെ രാത്രിയെ അവർ ഉപയോഗപ്പെടുത്തി. യഹൂദൂന എന്ന് ആണ് യദൂഖൂന എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. രാത്രിയിൽ അവർ ഓടിയിട്ടിറങ്ങി എന്ന് പറഞ്ഞാൽ രാത്രിനെ അവർ ഉറക്കമൊഴിച്ച് ഉപയോഗപ്പെടുത്തി. എങ്ങനെ ഉപയോഗപ്പെടുത്തി? അയ്യുഹം യോതാഹ, ആർക്കാണത് കിട്ടുക? എനിക്ക് കിട്ടുമോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് ആ രാത്രി ഉപയോഗപ്പെടുത്തി. വേറെ റിപ്പോർട്ടിലുണ്ട്, സയ്യിദ്നാ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ അധികാരത്തിനെ ആഗ്രഹിച്ച ഒരു ടൈം എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. കാരണം അള്ളാഹുവിനെയും അള്ളാഹുൽ റസൂലിനെയും ഇഷ്ടപ്പെടുകയും അള്ളാഹുവും അള്ളാഹുൽ റസൂല് തിരിച്ചിഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, എന്നാ ആ നേതാവ് ഞാനായിക്കോട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്നല്ല, സഹാബികൾ ഓരോരുത്തരും അത് ആഗ്രഹിച്ചു എന്നാണ് ഹദീസിലുള്ളത്. ഖാല സഹ്ൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലമ്മാ അസ്ബഹ അന്നാസ്, ജനങ്ങൾ നേരം വെളുത്തപ്പോൾ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും അതിരാവിലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പോയി. കുല്ലുഹും യർജൂന അൻ യുതാഹ, എല്ലാവരും ആഗ്രഹിക്കുന്നു ആ കൊടി നൽകപ്പെടലിനെ. ആ കൊടി എനിക്ക് കിട്ടണം, ആ കൊടി എനിക്ക് കിട്ടണം. എല്ലാവരും നേരം വെളുത്ത് റെഡിയായി ഒരുങ്ങി പിടിച്ച് നേരത്തെത്തി. എന്തിനാണെന്നറിയോ? യുദ്ധത്തിൽ മുന്നിൽ നിൽക്കാനാണ്. കൊടി പിടിക്കുന്നത് മുന്നിൽ നിൽക്കണം. ആ യുദ്ധത്തിൽ മുന്നിൽ കൊടി പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ എത്തട്ടെ എന്ന് കരുതിയിട്ട്, കൊടി എനിക്ക് കിട്ടട്ടെ എന്ന് കരുതി എല്ലാവരും നേരത്തെ പോയി. അതുകൊണ്ട് നേരത്തെ പോയി എന്നർത്ഥം, രാവിലെ നേരത്തെ പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോക്കിയിട്ട് ഉദ്ദേശിച്ച ആളെ കണ്ടില്ല. അപ്പൊ ചോദിക്കുന്നു, അയിന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എവിടെ? റളിയല്ലാഹു തആല അൻഹു. ഫഖാലു, സഹാബത്ത് പറഞ്ഞു, ഹുവ യാ റസൂലല്ലാഹ് യഷ്തകി ഐനൈഹി. ഓ, അലി റളിയല്ലാഹു അൻഹുവിനോടൊന്നും വരാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? അവിടുത്തെ രണ്ട് കണ്ണും രോഗമായിരിക്കുകയാണ്. രണ്ട് കണ്ണും തുറക്കാൻ വയ്യ. വലിയ വേദനയും വിഷവുമായി യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിഷമത്തിലാണ് ഉള്ളത്. ഹുവ, അലി തങ്ങൾ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, യഷ്തകി ഐനൈഹി, അവിടുത്തെ രണ്ട് കണ്ണും രോഗമായിരിക്കുകയാണ്. ആല, എന്തായാലും വേണ്ടില്ല. എവിടെയും ചോദിച്ചാൽ ഇതിപ്പോ കൊടി കൊടുക്കേണ്ട ആളുകളൊക്കെ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ തീരുമാനം ഉണ്ടാവുമല്ലോ. അപ്പോ ഇനി രോഗം ഉണ്ടെങ്കിൽ രോഗം മാറാനുള്ള പണിയെടുക്കണം. ആല, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫാറിസിലു ഇലൈഹി, അദ്ദേഹത്തിലേക്ക് ആളെ വിടും. അദ്ദേഹത്തിലേക്ക് ആളെ വിട്ടുകൊണ്ട് വരാൻ പറയൂന്നർത്ഥം. ഫാറിസിലു, നിങ്ങൾ ആളെ അയക്കണം, ഇലൈഹി, അലി റളിയല്ലാഹു അൻഹുവിലേക്ക്. ഫഉതിയ ബിഹി, അങ്ങനെ അലി റളിയല്ലാഹു അൻഹു കൊണ്ടുവരപ്പെട്ടു. ഫബസത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഐനൈഹി. എന്താ മരുന്ന്? മരുന്നെന്താണ്? കാര്യകാരണബന്ധവുമായിട്ട് ബന്ധപ്പെട്ട വല്ല മരുന്നാണോ? എന്താ മരുന്നാ കൊടുത്തേ? ഫബസത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉമനീര് പകർന്നു കൊടുത്തു, തുപ്പിക്കൊടുത്തു. ഫീ ഐനൈഹി, ആ അലി റളിയല്ലാഹു അൻഹു രണ്ട് കണ്ണിലും ഷറഫാക്കപ്പെട്ട ഉമനീര് പകർന്നു കൊടുത്തു. വദഅലഹു, എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഫബരിഅ, ഉടനെ സുഖപ്പെട്ടു. ഫബരിഅ, കാണുന്നല്ലേ.
എന്നാൽ ഉടനെ എന്നുള്ള അർത്ഥം കിട്ടാനാണെന്നാണ് ഫാഴ് വരുന്നത്. ഉടനെ സുഖപ്പെട്ടു. ഒരു റിപ്പോർട്ടിൽ ഫബറഅന്നുണ്ട്, ഉടനെ സുഖപ്പെടുത്തി. കേട്ടോ, ഏതായിരുന്നാലും ശരി, അസുഖം അള്ളാഹു തആല ശിഫ നൽകി. അള്ളാഹു തആലയാണ് എല്ലാത്തിനും ശിഫ നൽകുന്നത്. എല്ലാം ചെയ്യുന്ന അള്ളാഹു തആലയാണ്. ഈ തുപ്പാൻ വേണ്ടിയിട്ട് കഴിവുകൊടുത്താരാ? അതും അള്ളാഹു തആല തന്നെ. എല്ലാം അള്ളാഹു തആലയാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നത്. അത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അത് വിശ്വസിക്കുക എന്ന് പറയുന്നത് കുറെ ഓതി പഠിക്കാണ്ട് തന്നെ സാധാരണക്കാരായ നമ്മളെ വീട്ടിൽ താമസിക്കുന്ന ഉമ്മാന്മാർക്കറിയാം ഈ ലോകത്തെല്ലാം സൃഷ്ടിച്ച അള്ളാഹു ആണ്. അത് കുറെ ഓതി പഠിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അത് ഉസ്താദെ, അത് വലിയ ഉസ്താദന്മാർക്കല്ലേ അറിയുള്ളൂ, സാധാരണക്കാർക്ക് അറിയോ എന്ന് ആരും ചോദിക്കാൻ നിൽക്കണ്ട. എല്ലാവർക്കും ഫേവറേറ്റ് മുസ്ലിം ആണെങ്കിൽ അറിയാം ഈ ലോകത്തെല്ലാം സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത് എന്ന വിശ്വാസമുള്ളവനെ മുസ്ലിം ആവുന്നു. ആ മുസ്ലിം ആയിരിക്കുന്ന ആള് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള സഹായം കിട്ടാൻ വേണ്ടി അള്ളാഹു അനുവദിച്ച മാർഗങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താം. അതിൽപ്പെട്ട അനുവദിച്ച മാർഗങ്ങളാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കളും മൗലിയാക്കളും. അത് മുഖേന അള്ളാഹു സഹായിക്കും. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങൾക്ക് വലിയ കരുണ ഉള്ള ആളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഫബസഖ റസൂലുള്ളാഹി, മരുന്ന് കൊടുത്ത് കണ്ടില്ലെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുപ്പിക്കൊടുത്തു, അഥവാ അവിടുത്തെ ഉമിനീര് പകർന്നു കൊടുത്തു. ഫി ഐനൈഹി, അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണുകളിൽ. വദആ ലഹു, എന്നിട്ടോ അലി തങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയും ചെയ്തു. ഫബരിഅ, അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് അസുഖം ശിഫ ആയി, അസുഖത്തിൽ നിന്നും ശിഫ കിട്ടി. ഹത്താ, എത്രത്തോളമാണ് ശിഫ കിട്ടിയത് അറിയോ? ഹത്താ കഅല്ലം യകുൻ ബിഹി വജ്ഉൻ, ഒരു വേദന തന്നെ ഉണ്ടായിട്ടില്ലാത്തതുപോലെ. ഹത്താ കഅല്ലം യകുൻ ബിഹി വജ്ഉൻ, അവ അലി റളിയല്ലാഹു തആല അൻഹുവിന് ഒരു വേദന, എന്തെങ്കിലും ഒരു വേദന, വജ്ഉൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വേദന ഉണ്ടാകാത്തതുപോലെ, ഉണ്ടായിട്ടില്ലാത്തതുപോലെയായി. ഫഅതാഹു റായ, അപ്പോൾ അലി തങ്ങൾക്ക് അവിടുന്ന് കൊടി കൊടുത്തു. ഫഖാല, എന്നിട്ട് ഫഖാല അലി, അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹി ഉഖാതിലുഹും ഹത്താ യകൂനൂ മിസ്ലനാ, അവർ നമ്മെ പോലെയാകുന്നതുവരേക്കും അവരോട് യുദ്ധം ചെയ്യണോ? സമ്പൂർണമായിട്ട് അനുസരിക്കുന്നവരേക്കും അവരുമായിട്ട് യുദ്ധം നടത്തേണ്ടതുണ്ടോ? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻഫിദ് അലാ റസ്ലിക്, നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല, നിങ്ങൾ യുദ്ധത്തിന് നേരെ മുന്നോട്ട് നടന്നുകൊള്ളുക, നിങ്ങളുടെ ആ രീതി അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹത്താ തൻസില ബിസാഹതിഹിം, ആ ശത്രുക്കളുടെ മിറ്റത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നതുവരേക്കും, അഥവാ അവരുടെ യുദ്ധം ചെയ്യുന്ന സ്ഥലത്തിലേക്ക് നിങ്ങൾ എത്തി അവിടെ വാഹനം ഇറങ്ങുന്നവരേക്കും നേരെ സാധാരണ രീതിയിൽ നിങ്ങൾ പോകണം. അതിനൊക്കെ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയോ തിരിഞ്ഞു വരികയോ ഒന്നും ചെയ്യണ്ട. അപ്പോ ഒരു യാത്ര പോകുമ്പോൾ തിരിഞ്ഞു നോക്കുന്നത് നല്ലതല്ല എന്ന് ഈ സംഭവം സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഫിദ് അലാ റസ്ലിക്, നിങ്ങൾ പോകുന്ന രീതിയിൽ തന്നെ പോയിക്കൊള്ളൂ, തിരിഞ്ഞു നോക്കണ്ട. വേറെ എയർപോർട്ടിൽ വലാ ഇൽതഫിത് വലാ തൽതഫിത് എന്ന് ഉണ്ട്, തിരിഞ്ഞു നോക്കണ്ട. അത് തെറ്റാണ്, ഹറാമാണ് എന്നല്ല, പക്ഷെ നേർക്ക് നേരെ ഒരു ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനം ഉണ്ടാവുമ്പോ അവിടേക്ക് പോകലാണ് അതിന്റെ സുപലക്ഷണം. അപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ തിരിഞ്ഞു നോക്കാതെ, തിരിഞ്ഞു വരികയും ചെയ്യാതെ അങ്ങനെ തന്നെ നിൽക്കുകയും, അങ്ങനത്തെ നിൽക്കുമ്പോൾ എന്തോ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ആ നിൽക്കുന്നത് കണ്ടാൽ ബാക്കിയുള്ള ആളുകൾ അവിടെ ചെന്ന് കാര്യം അന്വേഷിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യലാണ് വേണ്ടത്. അതാണ് പിന്നെ ഏറ്റവും നല്ല രൂപം. അല്ലാത്ത രൂപത്തിൽ ചെയ്തത് കൊണ്ട് തെറ്റാണെന്നല്ല പറഞ്ഞത്, നല്ല രൂപമാണത്. ഏതായിരുന്നാലും സുമ്മദൂഹും ഇലൽ ഇസ്ലാം, അങ്ങനെ അവരുടെ മിറ്റത്തിലേക്ക് നിങ്ങൾ എത്തിയാൽ, അവരുടെ ആ ബോർഡറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവരെ ക്ഷണിക്കണം. ഇലൽ ഇസ്ലാമി, ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം.
വഅഖ്ബിർഹും അവർക്ക് നല്ലവണ്ണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം ബിമാ യജിബു അലൈഹിം മിൻ ഹഖ്ഖില്ലാഹി ഫീഹി പരിശുദ്ധ ഇസ്ലാമിൽ എന്തൊക്കെയാണ് അല്ലാഹുവിന്റെ ഹഖ്. അള്ളാഹുവിന്റെ ഹക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അള്ളാഹുവിൽ എന്തെല്ലാമാണ് നിർബന്ധമാക്കിയത്, എന്തെല്ലാമാണ് അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് ആവശ്യം എന്നല്ലാതെ കുറെ ആളുകളെ കൊല്ലലല്ല ആവശ്യം. വല്ലാഹി അള്ളാഹു സാക്ഷിയാണ്, ഒരൊറ്റ ആണെങ്കിലും നിങ്ങൾ കാരണമായി അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുകയാണെങ്കിൽ, ഒരാൾക്കെങ്കിലും ഹിദായത്ത് കൊടുക്കുകയാണെങ്കിൽ ഖൈറുൽ ലക മിൻ അൻ യകൂന ലക ഹംറുൻ നിഅം, നിങ്ങൾക്ക് കുറെ ചോന ഒട്ടകങ്ങൾ ഉണ്ടാകുന്നേക്കണൊക്കെ നല്ല അതാണ് കേട്ടോ. അറബികളുടെ വലിയ ഇഷ്ടപ്പെട്ട സ്വത്താണ് ചുവന്ന ഒട്ടകം. ചുവന്ന ഒട്ടകം കിട്ടുക എന്ന് പറഞ്ഞാൽ അവരെന്ത് വേണേലും ചെലവഴിക്കും. അപ്പൊ പറയാണ് കുറെ ചുവന്ന ഒട്ടകങ്ങൾ കിട്ടുന്നതിനേക്കാളൊക്കെ വലിയ ഖൈറെന്താണെന്നറിയോ, ഒരാളെങ്കിലും സത്യം സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീരലാണ്. അല്ലാഹു തആല അവർക്ക് സത്യം മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ ഹേതുവാവുക, നിങ്ങൾ കാരണക്കാരനാവുക. അതാണ് നിങ്ങൾക്ക് കുറെ ചുവന്ന ഒട്ടകങ്ങൾ ഉണ്ടാവുന്നതിനേക്കാളും നല്ലത്, അഥവാ ദുന്യാവ് കിട്ടുന്നതിനേക്കാൾ ഖൈറ് നടത്താം. ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലാണ് ചുവന്നൊട്ടകം. അതുകൊണ്ടാണ് ചുവന്നൊട്ടകത്തിന് പറഞ്ഞത്. അപ്പൊ ഈ ദുന്യാവിലത്തെ ഇഷ്ടങ്ങള് നമുക്ക് കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് ഒരാളെങ്കിലും നിങ്ങൾ കാരണമായി അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് നൽകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ ഇസ്ലാമിനെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് പറയണം. ആ അള്ളാഹു സൃഷ്ടിച്ചത് കൊണ്ട് അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതാണ്, അങ്ങനെ മനസ്സിലാക്കി കൊടുത്തിട്ട് ഒരാളെങ്കിലും ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? സംഭവം സത്യത്തിലേക്ക് ക്ഷണിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം എന്താണത്? ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലാകുന്ന, അറബികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലാകുന്ന ചുവന്ന ഒട്ടകങ്ങൾ, അത് കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് ഒരാളെങ്കിലും അല്ലാഹു തആല സന്മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞ ദുന്യാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ ഖൈറാണെന്നായി. ദുന്യാവ് മൊത്തം കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് ഒരാളെങ്കിലും അല്ലാഹു തആല അവൻ മുഖേനയായിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഈ ഹദീസില് യദൂഖൂന എന്നൊരു വാക്കുണ്ട്. അതിനർത്ഥം യഖൂലൂന അവർ ആഴ്ന്നിറങ്ങുന്നവരായി, തഹദ്ദസൂന അവർ സംസാരിക്കുന്നവരുമായി എന്നാണ്. ആർക്കാണ് ഈ കൊടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുക എന്ന വിഷയം. രണ്ട് നിലക്കുണ്ട്. എന്നും വായിക്കാം, റസ്ലിക്ക എന്നും വായിക്കാം. ലൊത്താനി രണ്ടും രണ്ട് ഭാഷാ പ്രയോഗങ്ങളാണ്. വൽ കസ്റു അഫ്സഹു, കസ്റ ചെയ്യലാണ് ഏറ്റവും സാഹിത്യമായ ഉപയോഗം. സാഹിത്യത്തിലുള്ള ഉപയോഗം കസ്റായിട്ട് റിസ്ലിക്കാന്ന് വായിക്കലാണ്. എന്നാൽ അറബി ഭാഷയിൽ തന്നെ എങ്ങനെയും ഉപയോഗമുണ്ട്. റസ്ലിക്ക എന്ന് റാവിനിക്ക് ഫത്ഹ് ചെയ്തിട്ടും ഉപയോഗമുണ്ട്. വിശക്കുന്ന ആള് വിശക്കണമെന്ന് പറയലുണ്ട്, ചിലപ്പോൾ പഴിച്ചെന്നും പറയലുണ്ട്. ഓരോ നാട്ടിൽ ഓരോ രീതിയിൽ പറയണ്ട. രണ്ടും മലയാളം തന്നെ. എന്നെ പോലെ അറബിയിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒന്ന് കൂടുതൽ സാഹിത്യമുള്ളതായിരിക്കും, ഒന്ന് അത്രമാത്രം സാഹിത്യം ഇല്ലാത്തതായിരിക്കും. രണ്ടും ഒരേ ആശയത്തിനോട് ഉപയോഗിക്കണം തന്നെ. റസലിക്കും റിസലിക്കും മലയാളത്തിലുണ്ടല്ലോ ധാരാളം. അപ്പോ സത്യത്തിലേക്ക് ക്ഷണിക്കുക, അതിന്റെ നേട്ടം എന്താണ്? അല്ലെങ്കിൽ ബാത്തിലിലേക്കാണ് ക്ഷണിച്ചെങ്കിൽ അതിന്റെ കോട്ടം എന്താണ്? അത് നേരത്തെ നമ്മൾ ഹദീസിൽ പറഞ്ഞു. ഇനിയിപ്പോ പറഞ്ഞത് സത്യത്തിലേക്ക് നയിച്ചാലുള്ള നേട്ടത്തിനെ കുറിച്ചാണ്. ഇനി അനസ് റളിയല്ലാഹു തആല ഈ വിഷയമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു ഫതൻ മിൻ അസ്ലം قال يا رسول الله إني أريد الغزو وليس معي ما أتجهز به قال ائت فلانا فإنه قد كان تجهز فمرض فأتاه فقال إن رسول الله صلى الله عليه وسلم يقرئك السلام ويقول أعطني الذي تجهزت به فقال يا فلان أعطه الذي تجهزت به
ولا تحبسي منه شيئا فوالله لا تحبسين منه شيئا فيبارك الله لك فيبارك لك فيه. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അപ്പോ സത്യത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നതിന്റെ വിവിധ രൂപങ്ങളുണ്ട്. അപ്പൊ സ്വന്തം ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ആൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതും അതിന്റെ ഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ്. സത്യത്തിലേക്ക് ഹിദായത്തിലേക്ക് ക്ഷണിക്കുന്നതിന്റെ ഭാഗത്തിൽപ്പെട്ടത് തന്നെയാണ് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ഹദീസിൽ പറയുന്നത്? അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഒരു യുവാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് യുദ്ധം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ യുദ്ധത്തിന് തയ്യാറാവാൻ പറ്റിയ ഒരുക്കു സാധനങ്ങളൊന്നും എന്റെ അടുക്കലില്ല. യുദ്ധത്തിന് പങ്കെടുക്കണമെങ്കിൽ ശത്രുക്കളുടെ ആയുധങ്ങളിൽ നിന്നിട്ട് ഏൽക്കുന്ന വെട്ടുകളും കുത്തുകളൊക്കെ തടുക്കാൻ പറ്റിയ ഡ്രസ്സ് വേണം, ഇരുമ്പ് കൊണ്ടുള്ള പടങ്കി, കുപ്പായം, അതുപോലെ പരിച, ശത്രുക്കളുടെ വെട്ടുകളൊക്കെ തടുക്കാൻ, അതുപോലെ യുദ്ധം ചെയ്യാൻ ആവശ്യമായ മറ്റ് സാമഗ്രികളൊക്കെ ആവശ്യമാണ്. ഒന്നും എന്റെ അടുക്കലില്ല, യുദ്ധത്തിന് ഞാൻ തയ്യാറാണ്, റെഡിയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തി ഫുലാനൻ, നിങ്ങൾ ഇന്ന ആളടുത്ത് പോയിക്കോളെ. ഏതോ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് പറയുമ്പോഴാണ് ഫുലാൻ എന്ന് പറയാം. ഫുലാൻ എന്നുള്ള പദം പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ആളെ അറിയുമ്പോഴാണ് ഫുലാൻ എന്ന് പറയുക. ഏതോ ഒരാളെ കുറിച്ച് ആവാം, ഏതാളെ കുറിച്ചും പറയാം. പക്ഷെ ഫുലാൻ എന്ന് പറയുമ്പോ ആരോട് പറയുന്നോ ആ പറയപ്പെടുന്ന ആൾക്കും ആളെ മനസ്സിലാവണം, പറയുന്ന ആൾക്കും ആളെ മനസ്സിലാവണം. അങ്ങനത്തെ സന്ദർഭത്തിലാണ് ഫുലാൻ എന്ന് ഉപയോഗിക്കുക. ഇപ്പൊ ഫുലാൻ ഇറാനിൽ ഷിയാ സമ്മേളനത്തിന് പോയി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താക്കും? ഫുലാൻ എന്ന് പറഞ്ഞാല് എല്ലാവർക്കും കേൾക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും ആരെ പറ്റിയാണ് ഈ പറയണതെന്ന്, പറഞ്ഞ ആൾക്കും മനസ്സിലാവും. അങ്ങനെ ഏതാണ് സുന്നീസം പറയാൻ വേണ്ടിയിട്ട് പോയതാണെന്നാണ് ഇന്ന് അവകാശവാദം. പക്ഷെ ഉണ്ടായതൊക്കെ എന്നെ പോലെയാണ് എന്നെന്താക്കി പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിനിറ്റ്, ഒരു ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതൊന്നും വായിക്കൂല, ഉടനെ എടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ഉസ്താദിന് ഫോൺ വന്നതാണ്. ഇൻഷാ അല്ലാഹ് അറ്റൻഡ് ചെയ്ത് ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുക. റേഡിയോ ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെയും അല്പം വെയിറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മഹത്തായിരിക്കുന്ന ഹദീസ് ക്ലാസ് അഥവാ റിയാദുസ് സ്വാലിഹീൻ ദർസാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ നമ്മിലേക്ക് എത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാവട്ടെ, ഇൽമിൽ വിശാലത നൽകുമാറാവട്ടെ, വർധന നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ആ അറിവിൽ നമുക്കും ഉപകാരപ്പെടുന്ന നിലയിൽ ഈ മഹത്തായിരിക്കുന്ന ക്ലാസ്സിനെ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ, തുറന്നു നൽകുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ദുആ ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. ഉസ്താദ് തയ്യാറായാൽ കൈ ഉയർത്തണമെന്ന് അപേക്ഷിക്കുന്നു. ക്ലാസ് ടെസ്റ്റ് ഉള്ള സമയത്ത് മറ്റുള്ള എല്ലാ ടെസ്റ്റ് കുറക്കലാണ് നല്ലത്. അതുകൊണ്ടാണ് ഉസ്താദ് ചോദിച്ചപ്പോൾ മറുപടി പറയാതെ ഇരുന്നതെന്ന് അറിയിക്കുകയാണ്. ക്ലാസ്സിലെ കിതാബിൻ ടെസ്റ്റുള്ള സമയത്ത് മറ്റു ടെസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ കിതാബിൻ്റെ ടെസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് മറ്റുള്ളവരെല്ലാം ടെസ്റ്റ് അടിക്കലിന് പിറകോട്ട് നിന്നത് എന്ന് ഉസ്താദിനെ അറിയാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ വിഷമം വിചാരിക്കരുത്. മറുപടി പെട്ടെന്ന് അടിക്കാതെ കണ്ടതിൽ ഉസ്താദ് വിഷമിക്കരുതെന്ന് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ, ഖൈറും ബർക്കത്തും എത്തിത്തരുമാറാവട്ടെ. മഹത്തായിരിക്കുന്ന ഹദീസ് കിതാബുകൾ ദർസുകൾ നടക്കുമ്പോൾ അതിനെ ആദരിച്ചും കൊണ്ട് ബഹുമാനിച്ചും കൊണ്ട് ശ്രദ്ധാപൂർവം കേട്ടിരിക്കേണ്ടായിരിക്കുന്ന ഉത്തരവാദിത്വമാണ് ശ്രോതാക്കൾക്കുള്ളത്. അതാണ് നാം പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കേൾക്കുന്നതും ഉസ്താദുകൾ പറയുന്നതുമെല്ലാം നമുക്ക് എല്ലാവർക്കും ആഖിറത്തിൽ ഉപകാരപ്രദമായ ഇൽമും അറിവുമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ.
ദീർഘകാലം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ ഇസ്ലാമിന് വേണ്ടി, ഹദീസുകൾക്ക് വേണ്ടി, ഖുർആനിന് വേണ്ടി സേവനം ചെയ്യാനായിരിക്കുന്ന സൗഭാഗ്യം നമുക്കും ഉസ്താദവർക്കും അള്ളാഹു സുബ്ഹാനഹു നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുക. കഴിഞ്ഞാൽ വരണമെന്ന് അപേക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ എത്തും. ക്ഷമിക്കുക. ഫോൺ അറ്റൻഡ് ചെയ്തതാണ്. ഉടനെ തന്നെ എത്തുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. സാർ റെഡിയായി കൈവക്കിക്കോളൂ. സോങ് ഒന്നും കൊടുക്കാൻ കാണുന്നില്ല. ശബ്ദം കേൾക്കാമോ? ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ല. വളരെ കുറഞ്ഞ ആൾക്കാരെ കേൾക്കും. ഈ ആഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് ആൾക്കാർ ഒരു പ്രതീക്ഷിക്കാം. നിലയ്ക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ആള് കൂടുതലല്ല, എങ്കിലും ഒരാൾ കൂടി എല്ലാവർക്കും മനസ്സിലാക്കാമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് പറയാം. ആള് കൂടുക എന്നത് ലക്ഷ്യമല്ല. ആൾ കുറവാണെങ്കിലും ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കണം. ഇനിയിപ്പോൾ ഞാനില്ലെങ്കിലും അതിൽ പ്രാപ്തനായ ഉസ്താദുമാർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവിടെ അത്യാവശ്യം ഫോൺ അറ്റൻഡ് ചെയ്തതായിരുന്നു, സോറി. അപ്പോ അടുത്ത ഹദീസ് എന്താ പറഞ്ഞത്? ഏതായിരുന്നു? അനസ് റളിയല്ലാഹു തആല അടുത്തായിരുന്നു. അന്ന ഫതം മിൻ അസ്ലമ ഗോത്രത്തിൽപ്പെട്ട ഒരു യുവാവ്, ഫതന യുവാവ് എന്നാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ഇന്നി ഉരീദുൽ ഗസ്വ്, ഞാൻ യുദ്ധം ഉദ്ദേശിക്കുന്നു, അഥവാ എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയും, എനിക്ക് യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, ഞാൻ യുദ്ധത്തിന് തയ്യാറാണ്. വലൈസ മഅയ മാ അതജഹസു ബി, വലൈസ മഅയി, എന്റെ അടുക്കലില്ല, മാ അതജഹസു ബിഹി, യുദ്ധത്തിന് ഒരുങ്ങി തയ്യാറാകാൻ പറ്റുന്ന ഒന്നും എന്റെ അടുക്കലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തി ഫുലാന, നിങ്ങൾ ഫുലാന്റെ അടുത്ത് പോയിക്കോ. ഇത്തി, നിങ്ങൾ ചെല്ലണം, നിങ്ങൾ പോകണം, ഫുലാനൻ, ഇന്ന ആളടുക്കൽ, ഏതൊരാളെ പറഞ്ഞുകൊണ്ട്
അദ്ദേഹത്തിന് എന്റെ അടുക്കിലേക്ക് പോകാനാണ് പറയുന്നത്. എന്തിനാ അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ പറയുന്നത് എന്നുള്ള കാരണം നബി തങ്ങൾ തന്നെ പറയുന്നു. ഫഇന്നഹു, എന്താ അദ്ദേഹത്തിന്റെ അടുത്ത് പോകാൻ പറയാൻ കാരണം പറയോ? ഫഇന്നഹു അത് കാനത്ത് തഹസ, അദ്ദേഹം യുദ്ധത്തിന് ഒരുങ്ങി തയ്യാറായിരുന്നു. എന്നിട്ടോ ഫമരിള, നോക്കുമ്പോൾ അദ്ദേഹം രോഗിയായി പോയി. യുദ്ധത്തിന് വരാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. രോഗിയായിട്ട് പിന്നെ ഇതിന് യുദ്ധത്തിന് പോകണം? യുദ്ധത്തിന് പോകുമ്പോ ആരോഗ്യം വേണ്ടേ? അപ്പൊ രോഗിയായി കിടക്കുന്നതിനേക്കാളും നല്ലത് ആരോഗ്യം ഉണ്ടാവുന്നതാണ് യുദ്ധമൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പൊ അദ്ദേഹം രോഗിയായതുകൊണ്ട് യുദ്ധത്തിന് പോകാൻ കഴിയില്ല. നിങ്ങൾ പോയിക്കോളെ, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിക്കോളൂ. അപ്പൊ പോയിക്കോളാൻ പറഞ്ഞപ്പോ തന്നെ ഇത് ബാക്കിയുള്ളതൊക്കെ കിട്ടി. നിങ്ങൾ പോയിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞാൽ എന്താകും? അദ്ദേഹം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ അതിന്റെ ഉള്ളിൽ പെട്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിക്കോളി എന്ന് പറഞ്ഞാൽ വെറുതെ പോയിട്ടുണ്ട് പറഞ്ഞല്ല. പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേച്ചാണെന്ന് പറയണം. നിങ്ങൾ യുദ്ധത്തിന് പോകാൻ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല, ഞാൻ യുദ്ധത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കി എനിക്ക് തരണമെന്നൊക്കെ അതിന്റെ ഉള്ളിൽ ഉൾപ്പെട്ടതാ. അതാഹു, അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് നബി ആള് പോയി. ആ സഹാബി യുദ്ധത്തിന് തയ്യാറാണെന്ന് പറഞ്ഞ് സഹാബി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പോയി. ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഉക സലാം ലയഖ്റഉക, രണ്ടിരക്കുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ടാവും. ഈ ഹദീസിന്റെ റിപ്പോർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കിന്റെ കൂട്ടത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒഴിവാക്കിയിട്ടും റിപ്പോർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലാന്ന് വരുന്നുണ്ട്. എല്ലാ കാര്യം കൂടിയിട്ട് ഒപ്പം റിപ്പോർട്ടിൽ ഒരുമിച്ച് കൂട്ടണമെന്നില്ല. ആവശ്യത്തിനുള്ള പറഞ്ഞാൽ മതി. പറയുന്നത് അർത്ഥശങ്കക്ക് ഉണ്ടാവാൻ പാടില്ല, അർത്ഥങ്ങൾ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അനസ് റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞില്ല. അനസ് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ അനസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പിന്നെ ഈ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ നിന്നും പോയി മറ്റാളുടെ അടുക്കലേക്ക് യുദ്ധത്തിന് വേണ്ടി സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച ആളുടെ അടുത്തേക്ക് പോയിട്ട് അവിടെ പോയിട്ട് പറഞ്ഞ കൂട്ടത്തിൽ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് അല്ലാഹു റസൂൽ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. മാത്രവുമല്ല നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആയത്തുനീ, നിങ്ങൾ എനിക്ക് നൽകണം, അല്ലദീ തജഹസ്ത ബിഹി, യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ ഒരുക്കി തയ്യാറാക്കി വെച്ച ആ ഒരുക്ക് സാധനങ്ങൾ, യുദ്ധോപകരണങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് തരണം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫഖാല, അപ്പോ ആ ഫുലാൻ ആയ സഹാബി പറഞ്ഞു റളിയല്ലാഹു അൻഹു, ആരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഈ ഹദീസിൽ. യാ ഫുലാന, ഓ വീട്ടുകാരത്തിനെ വിളിച്ചിട്ടാ പറയണത്. യാ ഫുലാന വീട്ടുകാരത്തിനെ വിളിക്കണത്, വീട്ടുകാരത്തിനെ. ഞാൻ യുദ്ധത്തിന് തയ്യാറാക്കിയ സാധനങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുത്തോളി, അദ്ദേഹത്തിന് കൊടുത്തോളി. വലാ തഹ്ബിസി മിൻഹു ശൈഅ, അതിൽ നിന്നൊന്നും നിങ്ങൾ തടഞ്ഞു വെക്കണ്ട, അതിലൊന്നും ചെറുതായാലും വലുതായാലും ഒന്നും ഉണ്ടാക്കണ്ട, അതിന് നിങ്ങൾ തടഞ്ഞു വെക്കണ്ട. അത് മുഴുവനും, ഞാൻ എടുത്തു വെച്ച സാധനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് കൊടുക്കണം. എന്തുകൊണ്ട്? പെണ്ണുങ്ങൾക്ക് ചിലപ്പോ കൊടുക്കാനൊക്കെ വല്ല മടി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതിന് വേണ്ടിയിട്ട് ആ സഹാബി റളിയല്ലാഹു എന്ന് പ്രത്യേകം പറയുന്നു. സഹാബി പറഞ്ഞിട്ടൊക്കെ മടിയുള്ളത് കൊണ്ടല്ല, പിന്നീട് വായിക്കുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും ഒക്കെ മടി ഉണ്ടാവരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടായിരിക്കാം. സഹാബി പറയുന്നു, അതിൽ നിന്ന് ഒന്നും നിങ്ങൾ ഇവിടെ തടഞ്ഞു വെക്കുകയില്ല, കൊടുക്കാതിരിക്കുകയില്ല. എന്നിട്ടോ കൊടുക്കാതിരുന്ന എന്തുണ്ടാവും? നിങ്ങൾക്കുണ്ടാവും അല്ലേ? അതിൽ നിന്ന് നിങ്ങളൊന്നും തടഞ്ഞു വെക്കൂല. തടഞ്ഞു വെക്കൂല എന്ന് പറഞ്ഞാല് നിങ്ങള് പിന്നെ നിങ്ങളെ ഹബസ് ചെയ്യൂല. ഹബസ് ചെയ്യണമെന്ന് തടഞ്ഞു വെക്കുക. എന്തിനെ? കൊടുക്കുന്നതിനെ തൊട്ട് തടഞ്ഞു വെക്കുക. ആ തടഞ്ഞു വെക്കൽ ഉണ്ടാവൂല. അതിൽ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യപ്പെടുക എന്നുള്ളതും കൂടി ഉണ്ടാവൂല. തടഞ്ഞു വെച്ചിട്ട് അതിൽ നിന്ന് ബർക്കത്ത് ചെയ്യപ്പെടുക എന്നുള്ളതും കൂടി ഉണ്ടാവൂല. അപ്പൊ എന്ത് ഉണ്ടെങ്കിലും മുഴുവനും കൊടുക്കണം. ഇവിടെ എന്തെങ്കിലും വെച്ചാൽ അതിലൊരു ബർക്കത്തും ഉണ്ടാവൂല കേട്ടോ. ഉള്ളതൊക്കെ ശരിക്കും കൊടുത്തോളേ അർത്ഥം. ഇവിടെ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ ഒരു ബർക്കത്ത് കൊടുക്കുന്നുണ്ടാവൂല കേട്ടോ. ഉള്ളത് മുഴുവൻ ശരിക്കും കൊടുത്തോളേ അർത്ഥം. പറഞ്ഞ മുഴുവനും നിങ്ങൾ കൊടുത്തോളൂ, ഒന്നും ബാക്കിയാക്കി വെക്കണ്ട എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം.
ഒന്നും ബാക്കിയാക്കി വെക്കണ്ട. ലാ തഹ്ബിസീന മിൻഹു, അതിൽ നിങ്ങൾ ബാക്കിയാക്കി എടുത്തു വെക്കണ്ട. ഷൈഅൻ, ഒന്നിനെയും എടുത്തു വെക്കണ്ട. അങ്ങനെ എടുത്തു വെച്ചിട്ടോ ഫയുബാറകു ലക്കി ഫീഹി, ഫയുബാറകു, അങ്ങനെ ബറക്കത്ത് ചെയ്യപ്പെടുക, അങ്ങനെ പിന്നെ തടഞ്ഞു വെച്ച സാധനത്തിൽ ബറക്കത്ത് ചെയ്യപ്പെടുക, ലക്കി നിങ്ങൾക്ക് ഫീഹി, ആ സാധനത്തിൽ, അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവൂല. അപ്പൊ എന്തെടുത്താലും അതിൽ ബറക്കത്ത് ഉണ്ടാവൂല, മുഴുവനും കൊടുക്കണം എന്നർത്ഥം. റവാഹു മുസ്ലിം, ഈ ഹദീസ് ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹിഹായ ഹദീസാണ്. അപ്പോ ഖൈറിലേക്ക്, ഖൈറിന്റെ മേൽ അറിയിച്ചു കൊടുക്കലും കണ്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് യുദ്ധോപകരണങ്ങൾ ഇല്ലാതെ യുദ്ധത്തിന് ആഗ്രഹിച്ചു വന്ന ആൾ, ആ ആഗ്രഹിച്ചു വന്ന ആൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ നബി തങ്ങളുടെ അടുക്കലില്ല. നബി തങ്ങളുടെ അടുക്കിലേക്ക് യുദ്ധത്തിന്റെ ഉപകരണങ്ങളൊന്നുമില്ലാതെ യുദ്ധം ആഗ്രഹിച്ചു വന്ന ആൾക്ക് കൊടുക്കാൻ, യുദ്ധോപകരണങ്ങൾ കൊടുക്കാൻ നബി തങ്ങളുടെ അടുക്കലില്ല. എന്നാ എന്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആളെന്റെ വിടുകയല്ല ചെയ്തത്. എന്ത് ചെയ്തു? ഉള്ള ആളുടെ മേൽ അറിയിച്ചു കൊടുത്തു. അതാണ് ദലാലത്തുൻ അലൽ ഖൈർ. ഉള്ള ആളുടെ മേൽ അറിയിച്ചു കൊടുത്തു, ഇന്ന ആളടുത്ത് ഉണ്ട്, അയാളടുത്ത് നിങ്ങൾ പോയി നോക്കി, അപ്പൊ കിട്ടും. അങ്ങനെ ഉള്ള ആളത്തേക്ക് അറിയിച്ചു കൊടുക്കല് സ്ഥിരപ്പെട്ടതാണ് ദീനിൽ എന്ന് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോ അത് നമ്മൾ ശരിക്കും പ്രവർത്തിയാക്കേണ്ടതാണ്. നമ്മളടുത്ത് ഇല്ലെങ്കിൽ എന്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കല്ലേ വേണ്ടത്. ഉള്ള ആൾ ആരാണെന്ന് ചോദിച്ചിട്ട് നോക്കിയിട്ട് വന്ന ആളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കണം. ആദ്യത്തെ ഹദീസിൽ നമ്മളത് പറഞ്ഞല്ലോ, 2 കൂമ്പാരം കണക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കിലേക്ക് സാധനങ്ങൾ വന്നിട്ടുള്ള വിഷയം നമ്മൾ പറഞ്ഞല്ലോ. കരിമ്പടം അണിഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു കൗമ്, ആ കൗമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൗമിന് വേണ്ടി പിരിവെടുത്ത കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോ നബി തങ്ങളുടെ അടുക്കൽ എല്ലാവരും ആയപ്പോ ഉള്ള ആളുകളിൽ നിന്നിട്ടും മേടിച്ചു കൊടുക്കുക, അതെല്ലാം വലിയ പ്രതിഫലമുള്ളതാണ്. അതൊക്കെ ദീനിൽ സ്ഥിരപ്പെട്ടതാണ്, അതൊക്കെ സുന്നത്തായ കാര്യമാണ്. അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ടാകും. ബാബും ഫി തആവുനി അലൽ ബിർരി വത്തഖ്വ, ഇനി പറയുന്നത് നല്ല കാര്യങ്ങളുടെ മേൽ പരസ്പരം സഹായം ചെയ്യണമെന്നതിന്റെ മേൽ അറിയിക്കുന്ന അധ്യായമാണ്. വത്തഖ്വ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വിഷയത്തിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യണം എന്നതിന്റെ മേൽ അറിയിക്കുന്ന അധ്യായമാണ്. അവിഷയമായ ഒരു വിശദീകരണം. ഖാല തആല വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ പരസ്പരം സഹായം ചെയ്യണം അലൽ ബിർരി, ഗുണകരമായ കാര്യത്തിന്റെ മേൽ, വത്തഖ്വ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വിഷയത്തിലും നിങ്ങൾ പരസ്പരം സഹായം ചെയ്യണം. ബിർറെന്ന് പറഞ്ഞാല് മറ്റുള്ള ആൾക്ക് നാം ചെയ്തു കൊടുക്കുന്ന എല്ലാ ഗുണങ്ങളും പെട്ടു. തഖ്വ എന്ന് പറഞ്ഞാലോ കേട്ടോ, തഖ്വ എന്ന് പറഞ്ഞാല് നമുക്കറിയാം, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക, പിന്നെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോ അതിനു വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ എടുക്കാനും വിരോധിച്ച കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യണം. ബിർറെന്ന് ആദ്യം പറഞ്ഞതിന്റെ അർത്ഥം മൊത്തത്തിൽ ഗുണകരമായ എല്ലാ കാര്യവും, അത് ഭൗതികമായ ഗുണങ്ങളായിക്കോട്ടെ, ഭൗതികമായിട്ട് പറഞ്ഞാൽ ആഖിറത്തിലേക്ക് കേടില്ലാത്ത നിലയ്ക്ക് ഭൗതികമായ ഗുണങ്ങൾ, ആ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് കച്ചവടം സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അതുപോലെ മറ്റു ഇടപാടുകൾ സംബന്ധമായിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഗുണങ്ങളൊക്കെ ചെയ്യുന്നതിൽ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യണം എന്ന് വിശദീകരിക്കുന്ന പാഠമാണ്. അല്ലാഹു തആല പറഞ്ഞു, തആവനു, നിങ്ങൾ പരസ്പരം സഹായം ചെയ്യണം അലൽ ബിർരി, ഗുണകരമായ കാര്യത്തിന്റെ മേൽ, വത്തഖ്വ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിന്റെ മേലും. വഖാല തആല, അല്ലാഹു തആല പറയുന്നു, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ.
അസുർ സാക്ഷിയാണ്. അസുർ എന്ന് പറഞ്ഞാൽ കാലഘട്ടം. അസുർ എന്ന് പറഞ്ഞാൽ കാലഘട്ടം സാക്ഷിയാണ്. കാലഘട്ടം സാക്ഷിയാണ്. എന്തിന്? ശേഷം പറയാൻ പോകുന്ന കാര്യത്തിന്. ശേഷം പറയാൻ പോകുന്ന കാലഘട്ടത്തിന് വിഷയത്തിന് കഴിഞ്ഞു പോയ മുഴുവൻ കാലഘട്ടവും സാക്ഷിയാണ്. ആ കാലഘട്ടത്തിനോട് ചോദിച്ചാൽ അറിയാന്നർത്ഥം. വൽ അസ്ർ, കാലഘട്ടം സാക്ഷിയാണ്. ചെറിയ സൂറത്താണ്, വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് ഈ സൂറത്ത്. വളരെ ചെറിയ സൂറത്ത്. വൽ അസ്ർ, കാലഘട്ടം സാക്ഷിയാണ്. കാലഘട്ടത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. ചുമരെഴുത്തുകൾ വായിക്കാമെന്ന് പറയലില്ലേ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലേക്ക് നോക്കണം അർത്ഥം. വർത്തമാന കാലഘട്ടത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് ആണ് ചുമരെഴുത്തുകൾ വായിക്കണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ. ചുമരം എന്തെങ്കിലും എഴുതിയിട്ടുള്ളതിനെ കുറിച്ചല്ല, വർത്തമാന കാലഘട്ടത്തിലുള്ള സംഭവവികാസങ്ങളിലേക്ക് ശ്രദ്ധിക്കണം എന്നതിന് വേണ്ടിയിട്ട് പറയുന്നത് ചുമരെഴുത്തുകൾ വായിക്കണം. അപ്പൊ എന്നാ പറയുമ്പോൾ അസ്ർ കാലഘട്ടം സാക്ഷിയാണെന്ന കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള സംഭവവികാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പൊ ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങൾ സാക്ഷിയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് നോക്കി പഠിക്കുകയാണെങ്കിൽ ശേഷം ഒരു കാര്യം പറയാൻ പോകുന്നുണ്ട്, ആ കാര്യം സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. അതാണ് വൽ അസ്രി ഐ ദഹ്രി. അസ്ർ എന്ന് പറഞ്ഞാൽ കാലഘട്ടം. അല്ലെങ്കിൽ അസറിന് വേറെ ഒത്തുണ്ട്. ഔ മാ ബഅദ സവാൽ, നട്ടുച്ചയ്ക്ക് ശേഷമുള്ള സമയം, അതിനും അസ്ർ എന്ന് പറയും ഭാഷാർത്ഥത്തിൽ. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സാങ്കേതികമായിട്ട് അസ്ർ എന്നുള്ള ഒരു വിഷയത്തിനോട് ഉപയോഗിക്കുന്നില്ല. എന്താ? ഔ സലാത്തുൽ അസ്ർ, അസ്ർ നിസ്കാരം സാക്ഷിയാണ്, അങ്ങനെയും വന്നേക്കാം. ഔ സമാനു റസൂലില്ലാഹി, അല്ലെങ്കിൽ അങ്ങനെ അർത്ഥമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം സാക്ഷിയാണ്. എന്താണ് സാക്ഷ്യം? എന്ത് വിഷയത്തിലാണ് സാക്ഷി? അഖ്സമ ബിഹി കമാ അഖ്സമ ബിമകാനിഹി തൻബീഹൻ ബിദാലിക അലാ അന്ന സമാനഹു അഫ്ളലുൽ അസ്മാനി വഅശ്റഫുഹാ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാക്ഷി, അങ്ങനെ അർത്ഥം ഉണ്ടെന്ന് പറയാൻ കാരണം വൽ അസ്രി, ഈ കാലഘട്ടം സാക്ഷിയാണ്. ഏത് കാലഘട്ട? ഈ സൂറത്ത് ഇറങ്ങുന്ന കാലഘട്ടം. അതേത് കാലഘട്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലഘട്ടം. അക്കസമതി, എന്താ ആ കാലഘട്ടം കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യാൻ കാരണം? അദ്ദഹർ എന്ന് ആദ്യം പറഞ്ഞ മൊത്തം കാലഘട്ടം എന്നുള്ള അർത്ഥം വെക്കുന്നതും മാ ബഅദ സവാൽ എന്ന അർത്ഥം വെക്കുന്നതും നട്ടുച്ചയുടെ ശേഷമുള്ള സമയം, സൂര്യൻ നട്ടുച്ചയിൽ തെറ്റിയതിന്റെ ശേഷമുള്ള ടൈം എന്ന അർത്ഥം വെക്കുന്നതും സ്വലാത്തുൽ അസ്ർ എന്ന അർത്ഥം വെക്കുന്നതൊക്കെ വൽ അസ്രി എന്നതിന്റെ ഭാഷാർത്ഥത്തിൽ തന്നെ പെട്ടതാണ്. പിന്നെ സ്വലാത്തുൽ അസ്ർ എന്നുള്ളത് മുസ്ലിം സാധാരണഗതിയിൽ എന്തിനു ഉപയോഗിക്കലുണ്ട്? നിസ്കാരത്തിന് വേണ്ടിയിട്ട് അസ്ർ എന്ന പദത്തിന് ഉപയോഗിക്കലുണ്ട്. അതിന്റെയും അടിസ്ഥാനത്തിലാണ്. എന്നാൽ സമാനു റസൂലില്ല വൽ അസ്രി എന്ന് ഖുർആനിൽ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം സാക്ഷിയാണ്. അങ്ങനെ അള്ളാഹു തആല സത്യം ചെയ്യാൻ കാരണം എന്താ? അതിനെയാണ് നമ്മൾ വിശദീകരിക്കുന്ന അഖ്സമ ബിഹി. അള്ളാഹു തആല സത്യം ചെയ്തു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം കൊണ്ട് സത്യം ചെയ്തു. കമാ അഖ്സമ ബിമകാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താമസിക്കുന്ന സ്ഥലമാകുന്ന മക്ക കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തതുപോലെ, മക്ക കൊണ്ട് വേറെ സ്ഥലത്തുണ്ടാക്കിയിട്ടുണ്ട്, സത്യം ചെയ്തിട്ടുണ്ട്. താമസിക്കുന്ന സ്ഥലം കൊണ്ട് സത്യം ചെയ്തതുപോലെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം കൊണ്ട് സത്യം ചെയ്തിട്ടുള്ളത്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തിട്ടില്ലേ? അയ്യു മക്കാനിൻ ഹാദാ, അയ്യു സമാനിൻ ഹാദാ എന്ന് പറഞ്ഞുകൊണ്ട് മക്കയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ടുണ്ട്? ഈ സ്ഥലം അല്ലാഹു ഹറാമാക്കിയ സ്ഥലമാണ് എന്ന് പറഞ്ഞ് മക്കയെ വിളിച്ച് സത്യം ചെയ്തിട്ടുണ്ട്. അതുപോലെയാണ് എന്താക്കിയത്? അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കൊണ്ട് സത്യം ചെയ്തത്. കേട്ടോ?
അപ്പോ റിയാദ് സാലിഹിനുള്ളതല്ല അത് പിന്നെ റിയാദ് സാലിഹിന്റെ ഷറഹ് ദലീലുൽ ഫാലിഹിനുണ്ട്. അതിലുള്ള വാചകങ്ങളാണ് ഞാൻ എടുത്ത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റ് ചെയ്തു തന്നതാണ്. ഏതായിരുന്നാലും ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ വലിയ പരാജയത്തിലാണ്. ഇന്നൽ ഇൻസാന, തീർച്ചയായിട്ടും മനുഷ്യൻ ലഫീ ഖുസ്റിൻ, വലിയ പരാജയത്തിലാണ്. അപ്പൊ എന്തിനു വേണ്ടിയാണ് സത്യം ചെയ്തത് നമ്മൾ പറഞ്ഞു. എന്താണ് കാരണം? തംബീഹം ബിദാലിക അലാ അന്ന സമാനഹു അഫ്ദലുൽ അസ്മാനി വഅശ്റഫുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്, കാലഘട്ടങ്ങളിൽ ഏറ്റവും ഉന്നതമായതാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല എന്താക്കിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം കൊണ്ട് സത്യം ചെയ്തത്. എന്താണ് സത്യം ചെയ്യപ്പെടുന്ന വിഷയം? എന്താ? അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യകുലം മുഴുവനും ലഫീ ഖുസ്റിൻ, പരാജയത്തിലാണ്. ചെറുപ്പസ്ഥായിട്ടുണ്ട് അല്ലേ? മഷ്കൂർ. മനുഷ്യൻ മുഴുവനും പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസികളൊഴികെ, വഅമിലുസ് സാലിഹാത്തി, നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളൊഴികെയും, വതവാസൗ ബിൽ ഹഖ്, ഹഖായ കാര്യം കൊണ്ട് പരസ്പരം ഉപദേശം നൽകിയ ആളുകളൊഴികെയും, വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശം നൽകിയ ആളുകളെ ഒഴികെയും മറ്റുള്ള എല്ലാ ആളുകളും പരാജയത്തിലാണ്. 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈമാൻ വേണം, സത്യവിശ്വാസം വേണം. പിന്നൊന്ന്, ഇബാദത്ത് വേണം. അമിലുസ് സാലിഹാത്തി, ഈമാൻ മാത്രം പോരാ, ഇബാദത്ത് വേണം. ഈമാനും ഇബാദത്തും മാത്രം പോരാ, എന്ത് വേണം? മറ്റുള്ള ആളുകളെ സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ആണ് വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. അതും മാത്രം പോരാ, ഉപദേശിച്ചാൽ മാത്രം പോരാ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ രംഗത്തുണ്ടാകുമ്പോ അല്ലെ മറ്റു രംഗത്തുണ്ടാകുമ്പോ അടിയുറച്ച് ദീനുൽ ഇസ്ലാമിൽ തന്നെ അള്ളാഹുവിന്റെ ഖദായിൽ, അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് ക്ഷമ പാലിക്കണം. അതാണ് വതവാസൗ ബിസ്സബ്ർ. ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയ ആളുകളെ അല്ലാത്ത ആളുകൾ മുഴുവനും പരാജയത്തിലാണ് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അപ്പൊ ഹക്കായ കാര്യം കൊണ്ട് ഉപദേശിക്കണമെന്നും, ചിലപ്പോ ഉപദേശിക്കുന്നത് സംബന്ധമായോ ഇനി അതല്ലാത്ത സംബന്ധമായോ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ജീവിച്ചു വരുമ്പോ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായാൽ അതിന്റെ പേരിലൊക്കെ ക്ഷമ കൈക്കൊള്ളണം. അത് 4ാമത്തെ കാര്യമായും പറഞ്ഞു. ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടില്ലെങ്കിൽ മനുഷ്യൻ വലിയ പരാജയത്തിലാണ് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. നമ്മളെ ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്താ? ഹെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പരസ്പരം നല്ല കാര്യത്തിന്റെ മേൽ സഹായിക്കുക എന്ന് പറഞ്ഞതിൽ ഏതുൾപ്പെട്ടിട്ടുണ്ട്? വതവാസൗ ബിൽ ഹഖ്, ഹഖ് കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശം നൽകണം. നല്ല കാര്യത്തിന്റെ മേലുള്ള സഹായമാണല്ലോ ഉപദേശം നൽകല്. അതില്ലെങ്കിൽ പരാജയപ്പെട്ടവനായി പോകും മനുഷ്യൻ. ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യൻ പരാജയപ്പെട്ടു പോകും. ഒരു കാര്യം ഹഖാണെന്ന് ബോധ്യപ്പെട്ടാൽ തന്റെ സഹോദരനിൽ അതിൽ ബാത്തിലായിട്ട് കാണുകയും ചെയ്താൽ, അല്ലെങ്കിൽ തെറ്റായ കാര്യം കാണുകയും ചെയ്താൽ അത് ഉപദേശിച്ചു കൊടുക്കൽ മനുഷ്യൻ പരാജയപ്പെട്ടവനായി തീരാതിരിക്കാൻ വേണ്ടി അത് അത്യാവശ്യമായ കാര്യമാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു, ഈ സൂറത്ത് പഠിപ്പിക്കുന്നു. അല്ലാഹു തആല സത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി വിട്ടൊഴിയുവാനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്ത ആ ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാ സഹോദരന്മാരുടെയും ആർക്ക് വേണ്ടിയെല്ലാം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരുണ്ടോ അവർക്കും അല്ലാഹു തആലയുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കുകയും അവരുടെ ഉദ്ദേശങ്ങളൊക്കെ ഹാസിലാക്കുകയും ചെയ്യട്ടെ. റഹ്മാൻ അല്ലാഹുവേ, ഞങ്ങളുടെ ഇരുത്തം നീ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുന്ന റഹ്മാനെ, ഞങ്ങളുടെ കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ മുഴുവൻ ജീവിതത്തിലും നീ ഹൈറും ബറക്കത്തും നൽകണം റഹ്മാനെ. കഴിഞ്ഞു പോയ തെറ്റുകളും കുറ്റങ്ങളൊക്കെ നീ വിട്ടുപുറത്തും മാപ്പാക്കി തരണം റഹ്മാനെ. ആഫിയത്തോടുകൂടി ദീർഘായുസ്സിന്റെ താഴത്തിലായി ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് ബാക്കിയുള്ള ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും ഭാര്യ സന്താനങ്ങൾ സഹോദരന്മാർ
ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദന്മാർ ഇവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. ദുആ വസിയത്തോടുകൂടെ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.